ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന 10th പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ പരീക്ഷകളുടെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട മാത്സ് ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 വയസ്സിൻ്റെ പ്രായ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് X വയസ്സാണ്, അടുത്ത ആൾക്ക് X+3, പിന്നെ അടുത്ത വീണ്ടും ഒരു 3 കൂടി നിൽക്കുക. തുടർച്ചയായിട്ട് പോകുന്ന എല്ലാ സംഖ്യകളുടെയും ശരാശരി എപ്പോഴും നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തുക 50 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുക എന്ന് പറയുന്നത് 50 ആണെന്ന് പറയുന്നുണ്ട്. എത്ര കുട്ടികളുടെ? 3 വയസ്സിൻ്റെ വ്യത്യാസം ജനിച്ച 5 കുട്ടികളുടെ. അപ്പോൾ 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ അപ്പം അതിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ശരാശരി കിട്ടും. ശരാശരി ആവറേജ് ശരിയല്ലേ? അപ്പോൾ 50/5 എത്ര കിട്ടുന്നു? 10. എന്താണ് ഈ 10? തുടർച്ചയായിട്ട് ഒരു സംഖ്യ കൂടി പോവുക, മീൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ആ രീതിയിൽ നിൽക്കുന്ന ഏത് ശ്രേണിയുടെയും ശരാശരി നടുക്കിക്കുന്ന ആളായിരിക്കും. അപ്പോൾ 5 പേരിൽ നടുക്കത്ത ആളുടെ വയസ്സ് അപ്പോൾ 10 ആയിരിക്കും. അപ്പോൾ 5 പേരിൽ നടുക്കത്ത ആളുടെ വയസ്സ് 10 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10ൽ നിന്ന് 3 കുറഞ്ഞാൽ 7, ഒരാളുടെ വയസ്സ് 7 ആയിരിക്കും. വീണ്ടും 3 കുറഞ്ഞാൽ ഒരാളുടെ 4 ആയിരിക്കും. ഇവിടെ 13 ആയിരിക്കും അടുത്ത ആൾ, അടുത്തത് 16 ആയിരിക്കും. ഓക്കെ, 3 വെച്ച് കൂടുക, 4 3 7, 7 3 10, 10 3 13, 13 3 16. ഈ 5 പേരുടെ ശരാശരി ആകെ തുകയാണ് ഈ 50 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നാ? പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്ര? 4, ഓപ്ഷൻ എ. ഓക്കെ, മനസ്സിലായില്ലേ? ഇതൊന്ന് കൂട്ടി നോക്കിയോ. 16 4 20, 7 13 20, അപ്പോൾ 20 20 40 ആയി. 10 കൂട്ടപ്പോൾ 50. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ഫസ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കസംഖ്യ ഏത്? ഇപ്പോൾ ഇത് കുറേ സംഖ്യകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടേക്കും. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഒറ്റയുടെ സ്ഥാനം മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഇൻറ്റു ഇവിടുത്തത് 6 ഇൻറ്റു ഇവിടുത്തത് 2 ഇൻറ്റു ഇവിടുത്തത് 6. ഈ ഒറ്റയുടെ സ്ഥാനം മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതും ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 ഇൻറ്റു 6 18, 18 ഇൻറ്റു 2 36, 36 ഇൻറ്റു 6, 36 ഇൻറ്റു 6 എന്ന് പറയുമ്പം 6 6 36. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 36 6 36. അത് ഫുള്ള് ചെയ്യണമെന്നില്ല, എന്നാലും ഞാനങ്ങ് ചെയ്യും. 6 6 36 6 3 6 3 18 3 21 216 കിട്ടും. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം നോക്കിയാൽ മതി, 6. ഓപ്ഷൻ ഡി. ജസ്റ്റ് നോക്കുക, 6 3 18, 18ൻ്റെ 8 എടുത്താൽ മതി. 8 ഇൻറ്റു 2 16, 16ൻ്റെ 6 എടുത്താൽ മതി. 6 ഇൻറ്റു 6 36, 36ൻ്റെ 6 എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 6. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. 17 71 ഈ ഡിജിറ്റ് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടോ? അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തേനെ ഒന്ന് തിരിച്ചെഴുതാം. 71നെ തിരിച്ചിട്ടാൽ 17 ആദ്യത്തത് കിട്ടും. 23 32 ഇതിനെ ഒന്ന് തിരിച്ചിടാം. 32നെ തിരിച്ചിടാം, 23 ആദ്യത്തത് കിട്ടും. 90നെ തിരിച്ചിടാം, 09 ആദ്യത്തത് കിട്ടിയിട്ടില്ല. 64നെ തിരിച്ചിടാം, 46 ആദ്യത്തത് കിട്ടും. ഓക്കെ, അത് ഏതെങ്കിലും തിരിച്ചാൽ മതി, ഏതെങ്കിലും തിരിച്ചു നോക്കുക. ഏത് തിരിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പം സൗകര്യത്തിന് വേണ്ടി രണ്ടാമത്തത് തിരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ 71നെ തിരിച്ചാൽ 17 ആദ്യത്തെ തന്നെ, 32നെ തിരിച്ചാൽ 21 ആദ്യത്തെ തന്നെ, 90നെ തിരിച്ചാൽ 09 ആദ്യത്തതല്ല, 64നെ തിരിച്ചാൽ 46 ആദ്യത്തെ തന്നെ. അപ്പോൾ ഒറ്റേനാര്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിന്, 15% മക്കളുടെ പഠനത്തിന്, 28% വീട്ടുചെലവിന്, 28% വീട്ടുചെലവിന്, 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, 15% മക്കളുടെ പഠനത്തിന്, 28% വീട് ചെലവ് മൊത്തവും, 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും ചിലവ് മൊത്തമുള്ള. അപ്പോൾ മൊത്തം എത്ര ശതമാനം ചിലവുണ്ടെന്ന് നോക്ക്. 8 5 13, 1 2 1 3 4 5, 53% അയാൾക്ക് ചിലവുണ്ട്. ശരിയല്ലേ? 8 5 13, 1
2 1 2 5 53% പുള്ളിക്ക് ചിലവാണ്. ബാക്കി എന്തുവാ? എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്ര? സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ചിലവ് കഴിച്ച്, വരുമാനത്തിൽ നിന്ന് ചിലവ് കഴിച്ച് ബാക്കി വരുന്നത് സമ്പാദ്യം. ഓക്കെ, 53% ചിലവാക്കുകയാണെങ്കിൽ അയാൾ എത്ര സമ്പാദിക്കുന്നുണ്ടാവും? 47%. അതായത് 100 ഫുള്ള്, ആ 100ൻ്റെ ബാക്കി 53 മാറ്റിയ ബാക്കി എത്ര? 47% അയാൾ സമ്പാദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ 47% കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? ഒരു മാസത്തെ വരുമാനം 50,000 അതിൻ്റെ 47%, അത് കണ്ടുപിടിച്ചാൽ മതി. 50,000ൻ്റെ 47% എത്ര? അതായിരിക്കുമല്ലോ അയാളുടെ സമ്പാദ്യം. 47% എന്ന് പറഞ്ഞാൽ എത്ര? 47/100. 2 0 2 0 ഇവിടെ കട്ട്. 500 × 47. 47നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 7 5 35 3, 4 23 23. ഓക്കെ, അപ്പോൾ 23 5, 2 0 കൂടെ ചേർത്ത് കൊടുത്ത് 23,500. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 5 - 4 പ്ലസ് 2 4 പ്ലസ് 2 4 2 2 പ്ലസ് 2 4 എത്രയാണ്? നമുക്ക് ആദ്യം ബ്രാക്കറ്റിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് 5 അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേ. 2 4 എന്ന് പറഞ്ഞാൽ കാലാണ്. 2 4 4 2 4 4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ. 4 കാലാണ്. ഇപ്പോൾ 2 4 ഈ 4 കാല്. 4 എന്ന് പറഞ്ഞാൽ കാലും കൂടെ ചേർപ്പോൾ എത്ര? 2 കാലും കൂടെ ചേർത്താൽ 2.5. ആ 2.5യും ഈ 2.5യും കൂടെ ചേർത്താൽ എത്ര? 5.5. സോറി, 4.5. ഒന്നുകൂടെ, 2 4 കൂടെ ചേർപ്പോൾ 2.5. 2.5 2.5 ചേർപ്പോൾ 4. 2.5 2.5 ചേർപ്പോൾ 5. അപ്പോൾ 5 × 5 0 ആയില്ലേ? ഓപ്ഷൻ സി. മനസ്സിലായോ എന്തോ? ഒന്നുകൂടെ, 2 കാലും കൂടെ ചേർപ്പോൾ, ഇത് കാലെന്ന് പറഞ്ഞാൽ 25 പൈസയാണെന്ന് വിചാരിച്ചോ. 2 രൂപ 25 പൈസ, 25 പൈസയും കൂടെ ചേർപ്പോൾ 2 രൂപ 50 പൈസ. ഇത് 2.5 രൂപ. 2 രൂപ 50 പൈസ, 2 രൂപ 50 പൈസയും കൂടെ ചേർപ്പം 2 2 4 1 5 രൂപ. 5 × 5 എത്ര? 0. ഓക്കെ, ഓപ്ഷൻ സി. അടുത്തത്, ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ SOUR എന്നത് എങ്ങനെ എഴുതാമെന്ന ക്വസ്റ്റ്യൻ. നമ്മൾ കോഡിങ് ചെയ്യാൻ നേരത്തെ കോഡിങ്ങായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നിങ്ങൾ A മുതൽ Z വരെ ചുമ്മാ എഴുതുക. A B C D E F G H I J K L M. മൊത്തം 26 അക്ഷരമുള്ള 26 അക്ഷരത്തിൻ്റെ പകുതിയിൽ കൊണ്ടുവന്ന് നിർത്തുക. 26ൻ്റെ പകുതി എത്ര? 13. 13 കൊണ്ടുവന്ന് നിർത്തിയിട്ട് ബാക്കി ഇങ്ങോട്ട് എഴുതി പോവാം. M കഴിഞ്ഞ് N O P Q R S T U V W X Y Z. എന്നിട്ട് ഇതിനകത്ത് നമ്പറും കൂടെ കൊടുത്താൽ കൊള്ളാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഇങ്ങനെ എഴുതി ഇടുന്നത് നമുക്ക് എപ്പോഴും നന്നായിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിൽ അവർ പറഞ്ഞേക്കുന്ന ഫയൽ ഇതിനെ എങ്ങനെ എഴുതിയെന്ന? UROV എന്ന് എഴുതിയെന്ന. ഇനി നിങ്ങൾ നോക്കുക, എഫിൻ്റെ നമ്പർ കൊടുക്കുക 5. എഫിൻ്റെ നമ്പർ 6 എഫിൻ്റെ 6. U കണ്ടോ? യു അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ നേരത്തെ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതേ പോണൊക്കെ എഴുതുവാണെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. F 6. എഫിൻ്റെ കോഡ് U ആണ്. അതിൻ്റെ താഴെ നിൽക്കുന്നത് 21. ഓക്കെ, അപ്പോൾ ഇവിടെ മേളിലും താഴെയാണ്. എല്ലാം അങ്ങനെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. അങ്ങനെയാണ് നമ്മുടെ പരിപാടി പെട്ടെന്ന് തീർന്ന്. IUR മേളിലും താഴെയാണോ? ആണ്. IUR മേളിലും താഴെയാണ്. LO മേളിലും താഴെയാണോ? LO മേളിലും താഴെയാണ്. EV മേളിലും താഴെയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ കോഡിൽ എഴുതാൻ എളുപ്പമല്ലേ? SOUR മേളിലും താഴെ നോക്കിയാൽ പോരെ. S മേളിൽ H, ഓടെ വേണ്ട L, HL എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ B. പിന്നെ യുവിൻ്റെ വേണ്ട F, ആറിൻ്റെ വേണ്ട I, HLFI. ഓപ്ഷൻ B. ഓക്കെ, അടുത്തത്, ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്.
എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ ആ കുടുംബത്തിൽ ആണുങ്ങളുടെ എണ്ണം നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ആണുങ്ങളെ മാത്രം നോക്കിപ്പോൾ. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയുണ്ട്. അപ്പോൾ അജയനുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്. ഭാര്യ ഇവിടെ നിന്നോട്ടെ. കുടുംബത്തിൽ ആണുങ്ങളുടെ എണ്ണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങളുടെ ലിസ്റ്റ് മാത്രം നമുക്ക് എഴുതി പോയാൽ പോരെ. അയാളുടെ ഭാര്യയും 4 ആൺമക്കളും ഉണ്ട്. അവർക്ക് 4 ആൺമക്കളും ഉണ്ട്. സൺ 1, സൺ 2, സൺ 3, സൺ 4. 4 ആൺമക്കൾ. ഇയാൾക്ക് 4 ആൺമക്കളുണ്ട്. ഇപ്പം തന്നെ ഈ കുടുംബത്തിൽ എത്ര പേരായി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 1 5 പേര് ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞ്. ആണുങ്ങളുടെ എണ്ണം ചോദിച്ചേക്കുന്നത്. ഓരോ ആൺമക്കൾക്കും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഭാര്യമാർ നമുക്ക് വേണ്ട. ഓരോ ആൺമക്കൾക്കും എല്ലാ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾ നമുക്ക് തൽക്കാലം വേണ്ട. ഇവിടെ 2 ആൺകുട്ടികളുണ്ട്. ബോയ് 1, ബോയ് 2. ഇവിടെയുണ്ട് 2 പേര്, 1 2. 3 വീതം ആൺകുട്ടികൾ. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളുണ്ട്. 3 വീതം ആൺകുട്ടികളുണ്ട്, 3 പേര്. അപ്പോൾ ഇവിടെ 3 പേരുണ്ട്, ഇവിടെ 3 പേരുണ്ട്, ഇവിടെ 3 പേരുണ്ട്, ഇവിടെയും 3 പേരുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ മൊത്തം എത്ര ആണുങ്ങളുണ്ടെന്നാ എണ്ണി നോക്കിക്കോ. ചുമ്മാ എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 17 പേരുണ്ട്. ഈ 4 പേർക്ക് 3 മക്കൾ വെച്ച് 4 പേരുണ്ട്. 4 പേര് 3 മക്കൾ വെച്ച് 3 12 പേര്, 12 കൊച്ചുമക്കളുണ്ട് ഇയാൾക്ക്. 4 ആൺമക്കൾക്കും 3 ആൺമക്കൾ വെച്ച് 12 പേരുണ്ട്. പിന്നെ ഈ 4 പേരില്ലേ, 4 പേര്. പിന്നെ നമ്മുടെ അജയനില്ലേ ഒരാൾ. 4 2 6 1 7 17 പേര്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 17. ഓക്കെ അല്ലേ? ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. എന്നുവെച്ചാൽ എന്തു അർത്ഥമാക്കുന്നത്? ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ ശരാശരിയാണ്. 10 ഓവറിലെ ശരാശരി റൺ 3.2 ആണ്. അപ്പോൾ 10 ഓവർ അത് എണ്ണമാണ്. ശരാശരി റൺ നിരക്ക് ആവറേജ് 3.2 ആണ്. അപ്പോൾ ഈ 10 ഓവർ എത്ര റണ്ണ് ടോട്ടൽ അടിച്ചെന്ന് കണ്ടെത്താൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ടോട്ടൽ കിട്ടും. അപ്പോൾ റൺ നിരക്ക് 3.2 10 ഓവറിൽ. അപ്പോൾ 10 × 3.2 അടിച്ചാൽ ഓരോ ഓവറിലും 3.2 റൺസ് വെച്ച് എടുക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ 10 ഓവർ ആകുമ്പോൾ 32 റൺ എടുത്ത്. ഓക്കെ, നമ്മൾ ബാക്കി വായിച്ചിട്ടില്ല, ഇനി ബാക്കി വഴിയെ വായിക്കാം. അപ്പോൾ 10 ഓവറിൽ 32 റൺ എടുത്ത് നിൽക്കുക കളിയിൽ. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെ 282 റൺസ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക. ഓക്കെ, ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നമ്മുടെ ലക്ഷ്യം 282 റൺസ്. അതിൽ 32 റൺസ് നേടിക്കഴിഞ്ഞു. അപ്പോൾ 282 നിന്ന് 32 മാറ്റിയാൽ ബാക്കി 0 5 2 250 റൺസ് നേടണം. എത്ര ഓവറിൽ? 40 ഓവറിൽ. അപ്പം 40 ഓവറിൽ 250 റൺസ് എടുക്കണമെങ്കിൽ ഒരു ഓവറിൽ എത്ര അടിക്കണം? അതാണ് ഓരോ ഓവറിലെ റൺസ് നിരക്ക്. ഓക്കെ, അപ്പോൾ 250നെ 40 ഡിവൈഡ് ചെയ്താൽ ഒരു ഓവർ എത്ര അടിക്കുമെന്ന് കിട്ടത്തില്ലേ? 0 0 കട്ട്. 25നെ 4 ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 25നെ 4 ഡിവൈഡ് ചെയ്തോ. 6 4 24 1.0 2 8 2 0 5. അപ്പോൾ ആൻസർ 6.25. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഉണ്ട്, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്ത്. ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്.
ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 30 km/h വേഗത്തിൽ അങ്ങോട്ട് പോയി. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് 120 km/h വേഗതയിലും വന്നു ഇങ്ങോട്ട്. അപ്പോൾ അവർ നമ്മുടെ ചോദ്യത്തിൽ 2 വേഗതയുണ്ട്. ഈ 2 വേഗതയും സഞ്ചരിച്ചേക്കുന്നത് ഒരേ ദൂരമാണ്. എയിൽ നിന്ന് ബി വരെ, പിന്നെ ബിയിൽ നിന്ന് എയിലോട്ട്. ജോസഫ് ആദ്യം ഇവിടുന്ന് ഇവിടം വരെ പോയി 30 km/h വേഗതയിൽ, തിരിച്ചിങ്ങോട്ട് 120 km/h വേഗതയിൽ വന്ന്. അങ്ങനെയാണ് ഇത് വെച്ച് നമുക്ക് ശരാശരി വേഗത കണ്ടെത്താൻ പറ്റും. ഈ മൊത്തം യാത്രയുടെ ശരാശരി വേഗത. എന്തോ ശരാശരി വേഗത കണ്ടെത്തുന്നത് 2 സ്പീഡ്, ഒരേ ദൂരം സഞ്ചരിച്ചേക്കുന്ന 2 സ്പീഡുണ്ട്. ശരാശരി വേഗത 2ab / a+b. എയും ബിയും 2 സ്പീഡുകളാണ്. ഓക്കെ, അപ്പോൾ 2 × a എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ് 30, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് 120 ബൈ a+b, 2 വേഗതയും കൂടെ കൂട്ടുന്നത് 150. ഇനി ഇതൊന്ന് കട്ട് ചെയ്തോ. 30നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 150 കിട്ടും? 5. ശരിയല്ലേ? 30നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 150 കിട്ടും. ഇനി 5 120 കൂടെ കട്ട് ചെയ്ത് 24. 5 × 24 അല്ലേ 120. താഴത്തുള്ള എല്ലാം പോയി, 0 കട്ട്. 5 24, 24 × 2 എത്ര? 48. അപ്പം 48 km/h ആണ് ഇയാളുടെ ശരാശരി വേഗത. 48 km/h ആണ് ഇയാളുടെ ശരാശരി വേഗത. അയാൾ ഇവിടുന്ന് ഇവിടം വരെ പോയിട്ട് തിരിച്ചിവിടം വരെ എത്താൻ 5 മണിക്കൂർ എടുത്തെന്ന് പറയുന്നുണ്ട്. 5 മണിക്കൂർ. ഓക്കെ, 5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം യാത്രയ്ക്ക് അയാൾ എടുത്ത ടൈം 5 മണിക്കൂറാണ്. അയാൾ സഞ്ചരിച്ച സ്പീഡ് 48 km/h ആണ്. അങ്ങനെയാണ് അയാൾ സഞ്ചരിച്ച ദൂരം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് എന്തോ? സ്പീഡ് × ടൈം. സ്പീഡ് എത്ര? 48. ടൈം എത്ര? 5. 48 × 5 എത്ര? 240. അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 240 കിലോമീറ്ററാണ്. അയാൾ സഞ്ചരിച്ച ആകെ ദൂരം 240 കിലോമീറ്റർ. എങ്കിൽ ഒരു വശത്തേക്കുള്ള ദൂരം നമ്മുടെ ചോദ്യം. ഒരു വശത്തേക്കുള്ള ദൂരം. ഇവിടുന്ന് അയാൾ ഇവിടെ പോയിട്ട് തിരിച്ചിവിടം വരെ എത്താനാണ് 240 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 സൈഡ് ദൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? 240ൻ്റെ പകുതി 120. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 120 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, ഓപ്ഷൻ ബി 120 km/h. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. അപ്പോൾ 14% ലാഭം, ബാക്കി നമുക്ക് വായിക്കാമേ. 14% ലാഭം കിട്ടണമെങ്കിൽ അയാൾ വിൽപ്പന നടത്തിയേക്കുന്നത് 114%. വിറ്റ പ്രൈസ് 114. ലാഭം 14% ആണെങ്കിൽ 100 + 14, 114% അവിടെ വിൽപ്പന നടത്തിയേക്കുന്നത്. അപ്പം 114% അവിടെ വിൽപ്പന നടത്തിയേക്കുന്നത്. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടിയെങ്കിൽ വിറ്റ വില 114%. അതാണ് 2850. ഈ ഒരു വരി മനസ്സിലായല്ലോ. ലാഭശതമാനം 8% മാത്രമേ വേണ്ടുവെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അപ്പോൾ 8% വേണമെങ്കിൽ 108 വിറ്റാൽ മതി. 10% വേണമെങ്കിൽ 110 വിൽക്കണം. 20% വേണമെങ്കിൽ 120% വിൽക്കണം. അപ്പോൾ 8% ലാഭം വേണമെങ്കിൽ 108 വിറ്റാൽ മതി. അപ്പോൾ 108% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. ഇത് കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 108ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് കണ്ടെത്താനേ 108 × 2850. 2850 അല്ലേ? 2850. ഇത് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു സൈഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 108നെ 114നെ 2 കട്ട് ചെയ്യാം. 108ൻ്റെ പകുതി എത്ര? 54 അല്ലേ? 114ൻ്റെ പകുതി എത്ര? 57 അല്ലേ? 57. 8 × 2 15 15. 57ന് എന്തായാലും 5 × 4 9. വീണ്ടും കട്ട് ചെയ്യാം, 3 വെച്ച് കട്ട് ചെയ്യാം. 54നെ 3 ആയിട്ടൊന്ന് കട്ട് ചെയ്യും. 54നെ 3 ആയിട്ട് കട്ട് ചെയ്താൽ 1 3 3, 8 3 24 18. 57നെ 3 ആയിട്ട് കട്ട് ചെയ്യും, 19 ആയിരിക്കും. 19 ശരിയല്ലേ? 18 19 കറക്റ്റാണ്. 19 9 27 ആണ്. ഇനി എന്തായാലും ഈ 19 18 പോകത്തില്ല. 19 2850 പോകും. അപ്പോൾ 2850നെ 19 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 2850 ÷ 19. 1 19 19.
9 5 19 5 95 0 150 എന്ന് വരും 150. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് പോയി 150. 150 × 18 ഇവിടുന്ന് രണ്ടെടുത്ത് അവിടെ കൊടുക്കാം. അപ്പോൾ 300 വരും. 300 × 9 300 × 9 9 2700. അതായത് 18 × 150 927 2700 രൂപ എന്ന് വരും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കറപ്പിക്കാം. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത വിധത്തിലോട്ടോ. 32 × 10 ഡിവൈഡ് ബൈ 10 - 2 നിന്ന് 20 കുറച്ചാൽ എത്ര? അപ്പോൾ ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്കാം നമുക്ക്, എന്നിട്ട് 20 കുറച്ചാൽ പോരെ. നോക്കാം. 32 × 10 ആദ്യം ഇതങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. 32 × 10 320 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് ഉള്ളിൽ ബ്രാക്കറ്റ് ഉണ്ട്, അത് വേണം ആദ്യം ചെയ്യാൻ കേട്ടോ. ബോട്ട് മാസ് റൂളാ, ബ്രാക്കറ്റിനകം എപ്പോഴും ആദ്യം ചെയ്യണം. കണ്ട് ഉള്ളിലൊരു ബ്രാക്കറ്റ് കിടക്കുന്നുണ്ട്, ഈ ബ്രാക്കറ്റ്, അത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അപ്പോൾ 32 × 10 320. 10 ഡിവൈഡ് ബൈ -2 10 - 2 എത്ര? 8. ഇത് ഞാൻ അതേപടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 320നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും 40 വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയപ്പം നമുക്ക് 40 കിട്ടും. ഇതിൽ നിന്ന് 20 കുറച്ചാൽ, ഈ 40ൽ നിന്ന് 20 കുറയ്ക്കും. 40ൽ നിന്ന് 20 കുറച്ചാൽ എത്ര? 20 കിട്ടും. അപ്പം അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡ് ബൈ 2.8. ഇത് കണ്ടോ, a² - b². ഈ ഒരു ഇക്വേഷൻ ഓർത്ത് നോക്ക്. a² - b² എന്ന് പറഞ്ഞാൽ a - b × a + b. a² - b² എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം 2നെ അങ്ങ് പൊത്തണം. അപ്പോൾ a - b അപ്പുറത്ത് എഴുതണം, എന്നിട്ട് നടുക്ക് പ്ലസ് ആക്കി അപ്പുറത്തോട്ട് a + b. അപ്പോൾ അതേ പോണക്ക് 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ, ഈ രണ്ട് സ്ക്വയറും വെട്ടണം. a² - b² a - b × a + b. a എന്ന് പറഞ്ഞാൽ 6.4, അതേ -3.6 × a + b 6.4 + 3.6 ബൈ താഴെയുള്ള 2.8. അങ്ങനെ തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. ഇനി 6.4ൽ നിന്ന് 3.6 കളാം. 6.4ൽ നിന്ന് 3.6 കളാം. 14ൽ നിന്ന് 6 പോയ 8, 5ൽ നിന്ന് 3 പോയ 2, 2.8 എന്ന് കിട്ടും. ഈ സാധനം 2.8 ഇൻറ്റു താഴത്തെ 2.8 ഉണ്ട്. ഇത് പോയിൻ്റാന്നേ 2.8, താഴെ ഒരു 2.8 ഉണ്ട്. ഇത് കട്ട് ചെയ്തങ്ങ് പൊക്കോളും. ഇതാകുമ്പോൾ ഉത്തരം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ 6.4 3.6 കൂടെ ആഡ് ചെയ്യും. 6 4 10 0 ഇഷ്ടം 1, 6 3 9 1 10, 10 കിട്ടും. അപ്പോൾ ഇയാളും കട്ട്. ഫൈനൽ ഉത്തരം 10. ഇത്രേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം എത്ര? 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3a ആണ്. അപ്പോൾ 3 × വശത്തിൻ്റെ നീളം പറ 16.3. അപ്പോൾ 3 × 16.3 16 3 48 ആണേ. അപ്പോൾ 48.9 വരും. 16.3 × 3 163നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 9 6 3 18 4, ഒരു സ്ഥാനം എടുത്ത് മാറ്റി പോയിൻ്റ് ചെയ്യാം. ഇതാണ് സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 48.9. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്തുവാ? 4a ആണ്. 4a ത്രികോണത്തിൻ്റെ 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ, അപ്പോൾ അതിൻ്റെ വശം 12.1. അപ്പോൾ 4 × 12.1 12 4 48 48.4 12.1 × 4 12.1 × 4 എന്ന് പറയുമ്പോൾ 121 × 4 അടിക്കുക 487, ഒരു സ്ഥാനം എടുത്ത് പറ്റി പോയിൻ്റ് ചെയ്യുക 48.4. ഇവയുടെ വ്യത്യാസമോ ചോദ്യം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ചോ 48.9 നിന്ന് 48.4 പോട്ടെ 9 4 5 48 48 0 0.5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ,
എൻ്റെ കയ്യിൽ 60 അടുത്ത ക്വസ്റ്റ്യനാണേ. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. 60 എണ്ണം ഉണ്ട്. 60 എണ്ണം. ആകെ നോട്ടുകളിലെ നമ്പർ ക്രമം, ആ നോട്ടുകളിലെ നമ്പർ ക്രമം ആയിട്ടാണ്, ക്രമമായിട്ടുള്ള നമ്പറുകളാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575, 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കുമെന്ന്. നോക്ക്, ഇതൊരു നോട്ടാണ്. ഇനി എൻ്റെ ഒരു 59 നോട്ട് കൂടി ഇല്ലേ? ഇത് ഒരു നോട്ടിൻ്റെ നമ്പർ, ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575. ഇനി എനിക്കൊരു 59 നോട്ടുകളുണ്ട്. എൻ്റെ ഇനി ഒരു നോട്ടും കൂടെ ഉള്ളായിരുന്നെങ്കിലോ? എൻ്റെ 2 നോട്ടാണ് മൊത്തം ഉള്ളത്. ക്രമം അനുസരിച്ച് 2 നോട്ടാണ് മൊത്തം ഉള്ളത്, 2 നോട്ട്. അല്ലെ 3 നോട്ടാണ് മൊത്തം ഉള്ളത്, 3 നോട്ട്. മൊത്തം 3 നോട്ടേ ഉള്ളെന്ന് വിചാരിക്കുക. അതിലൊരു നോട്ട് ഇതാ. അപ്പോൾ ബാക്കി 2 നോട്ട് ഇതിനോടൊപ്പം 2 കൂട്ടിയാൽ പോരെ. അപ്പോൾ 75 77 എന്ന് വരത്തില്ലേ? അപ്പോൾ 75 76 77. അപ്പോൾ 3 നോട്ട് ആവത്തില്ലേ? അപ്പോൾ 3 നോട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവസാനത്തത് കണ്ടെത്താൻ ഇനി എൻ്റെ 2 നോട്ടും കൂടെ ഉള്ളു, 2 കൂട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ മൊത്തം എൻ്റെ കയ്യിലുള്ള നോട്ടുകൾ 60 എണ്ണമാണ്. അതിൽ ഒരു നോട്ടിൻ്റെ നമ്പർ ഇതാണ്. ബാക്കി 59 നോട്ട് ക്രമത്തിൽ പോവുക. അപ്പോൾ ഇതിനോടൊപ്പം 59 കൂട്ടിയാൽ പോരെ. 9 5 14, ഇഷ്ടം 1, 7 5 12 1 13 1 6 7 76 34. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 76 34. ഓക്കെ, ശ്രേണിയാണ്. 1 5 11 19 29 -55. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം. 5 1 പോയാൽ 4, 11 5 പോയാൽ 6 അല്ലേ? 6, 19 11 പോയാൽ 8. ഇപ്പം തന്നെ ബന്ധം മനസ്സിലായി. 4 6 8. ഇനി അടുത്ത 10 ആയിരിക്കും. 10 തന്നെയാണല്ലോ. ആണ്. അടുത്ത 12 ആയിരിക്കും. 9 2 11 2 1 3 1 4 41. 41 എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. അപ്പോൾ സമചതുരാകൃതിയിലുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഏരിയയ്ക്കാണ് വില കേട്ടോ, ഏരിയ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നീളം 1 മീറ്ററാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും? ഏരിയ 1 × 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. 100 രൂപ, 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള ഒരു സമചതുരാകൃതിയായ തുണിയുടെ വില എന്ത്? അപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ 1ൻ്റെ പകുതി അര. ഇതിൻ്റെ 1ൻ്റെ പകുതി അര. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണക്കാക്കണം. ഏരിയക്കാണ് നമ്മൾ ഇത് കൊടുക്കണ്ടേ. അപ്പോൾ 2 1 × 2 1. അപ്പോൾ 2 1 × 2 1 എന്ന് പറയുമ്പം 4 1. അപ്പോൾ 4 1 മീറ്റർ സ്ക്വയർ. 4 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 മീറ്റർ സ്ക്വയറിൻ്റെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 100 രൂപയാണേ. 1 മീറ്റർ സ്ക്വയറിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ വില എത്ര ആയിരിക്കും? 100നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. 100/4. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപയാണ്. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നതാണല്ലോ 1/4 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിൻ്റെ 4 1. അപ്പോൾ അതിൻ്റെ 4 1 വില കൊടുത്താൽ മതി. 100/4 25 രൂപ കൊടുത്താൽ മതി. മനസ്സിലായി? 25 രൂപ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷനെ 25 രൂപ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കാണും ചിന്തിച്ചോ? 1 മീറ്റർ നീളമുള്ളതിന് 100 രൂപ, അപ്പോൾ 1/2 മീറ്റർ അപ്പം പകുതിയല്ലേ എന്ന്. അങ്ങനെ ചിന്തിക്കരുത്. തുണിക്കെല്ലാം അതിൻ്റെ ഏരിയയ്ക്കാണ് വില കേട്ടോ. ഏരിയയ്ക്കാണ് കണക്കാക്കേണ്ടത് വില. പിന്നെ ഈ ഗോളത്തിന് 3D ഷേപ്പിനെല്ലാം അതിൻ്റെ വോളിയത്തിന് വില കണക്കാക്കണം. കമ്പ്, നീളം, ചരട് അതിനൊക്കെയാണ് അതിൻ്റെ ലെന്തിനാണ് കണക്കാക്കിയാൽ മതിയാവും. അടുത്തത്, ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12/4 = 3 എന്ന സമവാക്യം ശരിയാവും? നമുക്കത് ആദ്യം പ്ലസ് മൈനസ് ഒന്ന് മാറ്റി നോക്കാം. അതായത് പ്ലസ്സിനെ ഇത് 2 പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അപ്പോൾ 5, ഈ പ്ലസിൻ്റെ അടുത്ത് മൈനസ് ഇടുക. -3 × 8. ഈ മൈനസിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ഇടാനാണ് പറഞ്ഞേക്കുന്നത്? പ്ലസ് ഇടുക. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. 12/4. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് 3 കിട്ടുമോ നോക്കാമല്ലോ.
അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. ഈ ഡിവിഷനുമായിട്ട് ബന്ധമില്ലാതെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നെങ്കിൽ അതും കൂടെ അങ്ങ് ഒരുമിച്ച് ചെയ്തു കേട്ടോ. 5 മൈനസ് 324 പ്ലസ് 12 ഡിവൈഡ് ബൈ 4 3. 5 24 പോയ -19. -19 പ്ലസ് 3 -16. നമുക്ക് 3 കിട്ടിയിട്ടില്ല. അപ്പം ഓപ്ഷനേ അല്ല. അടുത്തത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓപ്ഷനേ അല്ല. മൈനസും ഡിവിഷനുമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. മൈനസും ഡിവിഷനും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ബാക്കിയുള്ളതൊന്നും മാറ്റണ്ട. 5 പ്ലസ് 3 ഇൻറ്റു 8 ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഡിവൈഡഡ് ബൈ 12 -4. ഓക്കെ, 8നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് 5 പ്ലസ് 3 ഇൻറ്റു 8 ഇൻറ്റു ആക്കിയിട്ട് അപ്പുറത്തുള്ളതിനെ അങ്ങ് തിരിച്ചാൽ മതി. ബൈ 12 1/12 എന്നാക്കിയാൽ മതി. -4. ഇനി മൾട്ടിപ്ലിക്കേഷൻ മാത്രമായില്ല. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 24 ഇത് കട്ട് ചെയ്തൊക്കെ ചെയ്യാം. 3 12 കൂടെ കട്ട് ചെയ്ത് 4 8/4 2 എന്നൊക്കെ വരും. ഓക്കെ, 5 പ്ലസ് 3 24 എത്ര? 2 -4. 5 2 7. 7 4 എത്ര? 3. കിട്ടിയല്ലോ, കിട്ടി. ഇത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞാൽ LCM 60 ഉസാഖ 3. ഉസാഖ എന്ന് പറഞ്ഞാൽ HCF 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ, 2 സംഖ്യകൾ എയും ബിയും എന്ന് വിചാരിക്കുക. അതിൽ ഒരു സംഖ്യ 12 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്ന് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. 2 സംഖ്യകളുടെ ഗുണനഫലവും അതിൻ്റെ LCM HCFും കൂടെ ഗുണിച്ചാൽ കിട്ടുന്നത് സെയിം ആയിരിക്കും. 2 സംഖ്യകളുടെ ഗുണനഫലവും അതിൻ്റെ LCM HCFും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ 2 സംഖ്യകൾ എയും ബിയും. അതിൽ എ നമുക്കറിയാം 12, ബിയെക്കുറിച്ച് ധാരണയില്ല. അതിന് ഈക്വലാണ് LCM ആയ 60 HCF ആയ 3 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബി എത്ര ആയിരിക്കും? 12 അപ്പുറത്തോയി ഡിവൈഡ് ചെയ്യട്ടെ. 60 × 3 ഡിവൈഡ് ബൈ 12. 12 5 60. 5 × 3 15. ഇപ്പോൾ രണ്ടാമത്തെ സംഖ്യ 15 ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത 99. റൂട്ട് ഓഫ് 15ൻ്റെ സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 × 15 × 12. ഇത് യഥാർത്ഥത്തിൽ ഇതാണ് A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് പഠിക്കണം. A സ്ക്വയർ മൈനസ് 2AB ഡിവൈഡ് പ്ലസ് ബി സ്ക്വയർ. ഇല്ലേ 15ൻ്റെ സ്ക്വയറും 12 സ്ക്വയറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇത് കണ്ടുപിടിച്ച് മൈനസ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. ഈ 15ൻ്റെ സ്ക്വയറും 12 സ്ക്വയറൊന്നും വലിയ നമ്പരൊന്നും അല്ല. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റൂട്ട് എടുത്ത് ഉത്തരം കണ്ടുപിടിക്കാവുന്ന കഥയേ ഉള്ളൂ. ഓക്കെ, ഈ കേസ് അറിയണമെന്ന് നിർബന്ധമില്ല. 15ൻ്റെ സ്ക്വയർ എടുക്കുക, 12 സ്ക്വയർ എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക, പെട്ടെന്ന് ചെയ്യാം. ഇപ്പം ഞാൻ പറയുവാണ്, ഇവരുദ്ദേശിച്ചത് ഇതായതുകൊണ്ട് ഇത് കാണിച്ചു തരുമോ രണ്ടും പറഞ്ഞുതരാം. ഇപ്പോൾ A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, A സ്ക്വയർ മൈനസ് 2AB പ്ലസ് ബി സ്ക്വയർ. ഇത് A ആണ്, ഇത് B ആണ്. അപ്പോൾ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇത് രണ്ടും കിടപ്പുണ്ട്. പിന്നെ ഇത് 2, ഇത് A, ഇത് B. 2AB ഇവിടെ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ A സ്ക്വയർ മൈനസ് 2AB പ്ലസ് ബി സ്ക്വയർ ഈ ഫോമാണ് ഇവിടെ കിടക്കുന്നത്. A സ്ക്വയർ മൈനസ് 2AB പ്ലസ് ബി സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് അതേപടി നിൽക്കട്ടെ. ഇതിനെ നമുക്ക് A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. A എന്ന് പറഞ്ഞാൽ 15 മൈനസ് B എന്ന് പറഞ്ഞാൽ 12 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 15 നിന്ന് 12 പോയ എത്ര? 3. 3ൻ്റെ സ്ക്വയർ. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എത്ര? 9. 9ൻ്റെ റൂട്ട് എടുത്തോ, 3 കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം ഓപ്ഷൻ എ. ഇതിന് ഇല്ലെങ്കിലോ നമ്മൾ റൂട്ട് അങ്ങോട്ട് ഇടുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 12ൻ്റെ സ്ക്വയർ 144 മൈനസ് 15 × 2, 2 × 15 30, 30 × 12 360. കണ്ടോ, വല്ല സമയം ആവശ്യമുണ്ടോ? ഇനി ഇത് ആഡ് ചെയ്തോ. 225 144 5 4 9 6 3 369. അപ്പോൾ റൂട്ട് ഓഫ് 369 മൈനസ് 360 എന്തുവാ? 369 360 പോയ എത്ര? 9. 9ൻ്റെ റൂട്ട് എത്ര? 3. വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം കുറച്ച് സമയം പോകും. ഇതിപ്പോൾ വലിയ സമയം പോകേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആണ്. 4 ഭാഗം വെള്ളം,
5 ഭാഗം പാല്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 എന്ന് വെച്ചാൽ 4 ഭാഗം വെള്ളമാണെന്ന് പറയുന്നുണ്ട്. അപ്പം 4 ആണ് 80. എങ്കിൽ പാലിൻ്റെ അളവ് എത്ര? പാൽ എത്ര ഭാഗം? 5 ഭാഗം. അപ്പം 4 80 ആണെങ്കിൽ 5 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 4 ഭാഗം വെള്ളം, അത് 80 ലിറ്ററാന്ന് പറയാം, 80 മില്ലി ലിറ്ററാന്ന് പറയുന്നുണ്ട്. അപ്പം 4 ആണ് 80. 4 80 ആയിട്ടുണ്ട്. 5 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം, ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 80 ഇവിടെ കട്ട് ചെയ്ത് 20. 20 × 5 100. അപ്പോൾ ആൻസർ 100, ഓപ്ഷൻ എ. ഓക്കെ, താങ്ക് യു.